കാലവും ശാസ്ത്രവും ഒരുപാട് മുന്നോട്ടെത്തിയെങ്കിലും ഇന്നും പൂർണ്ണമായ ഒരു ചികിത്സ കണ്ടുപിടിക്കാതെ നിലനിൽക്കുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഗ്ലോബലി ഉള്ള 2024 കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 40.8 മില്യൺ ആളുകളിലാണ് HIV ഇൻഫെക്ഷൻ ബാധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ 1.3 മില്യൺ കേസുകളാണ് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാനായിട്ട് 63,000 ഡെത്സും ആണ്. ഇന്ത്യയിൽ 2024 പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം 2.6 മില്യൺ ആളുകളിലാണ് HIV ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ളത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന HIV വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിച്ചാൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുകയും അതിന്റെ അവസാന ഘട്ടമായി എയ്ഡ്സ് എന്ന ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോമിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. മിക്ക ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയാണ് എയ്ഡ്സ് സെക്ഷലി മാത്രം ട്രാൻസ്മിറ്റ് ആവുന്ന ഒരു അസുഖമാണ് എന്നുള്ളത്. നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന ഇത് എഫക്റ്റ് ആവാനുള്ള ചെറിയ ചെറിയ മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ HIV ബാധിച്ച ഒരാളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ചെറിയ മുറിവുകളോ ദ്വാരങ്ങളോ ആയി നമ്മുടെ ശരീരത്തിലെ ബ്ലഡുമായിട്ട് മിക്സ് ആവുമ്പോൾ നമ്മൾ ഒരു HIV പേഷ്യന്റ് ആയിട്ട് മാറും. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നീഡിൽസ്, ബ്ലേഡ്സ്, സിറിഞ്ചസ് ഇതൊക്കെ ഈ ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസിന്റെ ടൈം ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു HIV ഇൻഫെക്റ്റഡ് പേഷ്യന്റ് ആയിട്ട് മാറും. HIV പേഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഗർഭിണി ആവുകയാണെങ്കിൽ ഗർഭാവസ്ഥയിലോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്തോ അമ്മയുടെ കുഞ്ഞിന്റെ ബ്ലഡ് മിക്സ് ആകുന്ന ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമിൽ തീർച്ചയായും കുട്ടി ഒരു HIV പേഷ്യന്റ് ആയിട്ടായിരിക്കും ജനിക്കുന്നുണ്ടാവും. കണ്ണീര്, വിയർപ്പ്, മൂത്രം, മലം എന്നിവയിലൂടെ ഉണ്ടാവുന്നതും അല്ല. ആന്റി റെട്രോ വൈറൽ തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി അസുഖം കൂടുതലാവാത്ത രീതിയിൽ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 P's ആണ്. ഒന്ന് പ്രൊട്ടക്ട് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതിൽ നമ്മളെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് സേഫ് ആവുക എന്നുള്ളതാണ്. എന്നൊന്ന് പ്രൊട്ടക്ട് അതേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു എയ്ഡ്സ് ഇൻഫെക്റ്റഡ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളിലൂടെ അത് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ART ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുക. അത് പ്രിവെൻഷൻ ആണ്. അതായത് ഇൻ കേസ് വി തിങ്ക് വി ആർ ഗോയിങ് ടു എക്സ്പോസ് ടു an HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, സോ ദെൻ വി ഷുഡ് ബി അപ്രോച്ചിങ് ടു പ്രീ എക്സ്പോഷർ പ്രൊഫൈലാസിസ്. അതുപോലെ തന്നെ ഉള്ളതാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാസിസ് എന്ന് പറയുന്നതും. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആവുകയോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുകയാണ് നമ്മൾ HIV ഇൻഫെക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമെങ്കിൽ അത് യാതൊരു കാരണവശാലും നമ്മുടെ കുട്ടിയെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി ത്രൂ ഔട്ട് നമ്മൾ അതിനുള്ള മെഡിസിൻസ് കൊണ്ടുപോവുകയും പ്രഗ്നൻസി ടൈമിലും അതിന്റെ എല്ലാവിധ പ്രിക്കോഷൻസോട് കൂടി മാത്രം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. Hope you like my video. Stay tuned for more healthy videos. Thank you for watching.